ജനുവരി 1 ഞാൻ ട്രേഡ് ചെയ്യാൻ പോകുന്ന ലിക്വിഡിറ്റി ഏരിയാസ് ഏതൊക്കെയാണ് നോക്കാം നിഫ്റ്റിയിൽ. 23,565 താഴേക്ക് ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ആയിട്ട് കൺസിഡർ ചെയ്തത് ഇവിടെ ടാപ്പ് ചെയ്യാൻ മുകളിലേക്കായിരിക്കും ഞാൻ ട്രേഡ് പ്ലാൻ ചെയ്യുക. അതുപോലെ മാർക്കറ്റ് 23,750 മുകളിലോ അല്ലെങ്കിൽ 23,821 മുകളിലോ ആയിട്ടാണ് മാർക്കറ്റ് വരുന്നതെങ്കിൽ ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യാൻ താഴേക്കായിരിക്കും നോക്കാം. മാർക്കറ്റ് നാളെ എവിടെയാണ് ഓപ്പൺ ആവുന്നത് അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ട് എങ്ങോട്ടാണ് ആദ്യം പോകുന്നത് എന്നതിനനുസരിച്ചിട്ടായിരിക്കും എൻട്രി പ്ലാൻ ചെയ്യുക. ഫസ്റ്റ് ട്രേഡ് ഈ 2 ഏരിയകളിൽ എത്തുമ്പോഴാണ് ചെയ്യുക. ഫസ്റ്റ് ട്രേഡ് എന്ന് വെച്ചാൽ ആദ്യം ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ ആദ്യം ഈ ട്രേഡ് എടുക്കും. ഓക്കെ, ഡൗൺ സൈഡ് ടാപ്പ് ചെയ്യുമ്പോൾ മുകളിലേക്കും മുകളിൽ ടാപ്പ് ചെയ്യുമ്പോൾ താഴേക്കും 1 മിനിറ്റിലെ പ്രൈസ് ആക്ഷൻ നോക്കിയിട്ടാണ് ചെയ്യുക. ഇനി ബാങ്ക് നിഫ്റ്റിയിൽ ഡൗൺ സൈഡ് ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ 50,654 ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഞാൻ മുകളിലേക്കും അതുപോലെ ഈ സെയിം 50,758 ഈ ലെവലിൽ താഴേക്കാണ് മാർക്കറ്റ് ആദ്യം വരുന്നതെങ്കിൽ മുകളിലേക്കായിരിക്കും ട്രേഡ് നോക്കുക. ഇനി ഇൻ കേസ് മാർക്കറ്റ് 51,091 മുകളിലേക്കാണ് ആദ്യം പോകുന്നതെങ്കിൽ താഴേക്കായിരിക്കും ഞാൻ ട്രേഡ് നോക്കുക. അതാണ് ബാങ്ക് നിഫ്റ്റിയിലുള്ള എൻ്റെ ട്രേഡ് പ്ലാന്. ജനുവരി 1 അടുത്ത 2025 സ്റ്റാർട്ട് ചെയ്യാണ്, പുതിയ വർഷമാണ്. അപ്പോൾ എല്ലാവരും ട്രേഡിങ്ങിൽ നന്നായിട്ട് ശ്രദ്ധിച്ച് ചെയ്യുക. എന്തെങ്കിലും മിസ്റ്റേക്സുകൾ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. 2024 നിങ്ങൾ ഏറ്റവും കൂടുതൽ റിപ്പീറ്റായിട്ട് ചെയ്തു വരുന്ന മിസ്റ്റേക്സ്, നിങ്ങളുടെ സൈക്കോളജിക്കലി പ്രോബ്ലംസ് ഏതെങ്കിലും ഏരിയയിലും ഉണ്ടോ, അല്ലെങ്കിൽ എവിടെയാണ് നിങ്ങൾക്ക് മെയിൻ പ്രോബ്ലംസ് വരുന്നത്, അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക. മാറ്റങ്ങൾ ചെയ്യാതെ ഇരിക്കുന്ന ആളുകൾ സെയിം മിസ്റ്റേക്ക് ചെയ്ത് ട്രേഡിങ് ചെയ്ത് ക്യാപിറ്റൽ സീറോ വൈപ്പ് ഔട്ട് ആക്കിക്കൊണ്ടേ ഇരിക്കുക എന്നല്ലാതെ എപ്പോഴും നമ്മുടെ പോരായ്മകളും നമ്മുടെ പ്രശ്നങ്ങളും എവിടെയാണ് എന്നുള്ളത് നോട്ട് ചെയ്ത് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ശ്രമം എല്ലാവരുടെ ഭാഗത്തു നിന്നുണ്ടായാൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. അപ്പോൾ പുതിയ വർഷത്തിൽ നിങ്ങളുടെ മിസ്റ്റേക്കുകൾ കുറച്ചും കൂടി ഇവാലുവേറ്റ് ചെയ്തിട്ട് അവിടെയുടെ ക്ലിയർ ചെയ്യേണ്ടതെന്നുള്ളത് ആലോചിച്ചിട്ട് ചെയ്യാൻ ശ്രമിക്കാം. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു.